CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പുകൾക്കായി അപേക്ഷിക്കാനുള്ള നീട്ടിയ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണി വരെയാണ് സമയപരിധി. ഗുരുതരമായ സാങ്കേതിക പിഴവിനെ തുടർന്ന് അപേക്ഷ നൽകാനാകുന്നില്ല അടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതികൾ പരിഗണിച്ച് ഇന്നലെ രാത്രിയാണ് സമയപരിധി നീട്ടിക്കൊണ്ട് CBSE സർക്കുലർ ഇറക്കിയത്. വിവരങ്ങൾ വിനീത BG നൽകും. വിനീത, ഗുഡ് മോർണിംഗ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആകെ വലഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ സോഫ്റ്റ്വെയറിലെ അല്ലെങ്കിൽ ഈ സൈറ്റിലെ പോർട്ടലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടില്ല എന്ന് പരാതി ചിലയിടത്തു നിന്ന് ഉയരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് പ്രവിത. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടായിരുന്നു. അവർക്ക് സമയപരിധി നീട്ടി നൽകണം എന്നൊക്കെയുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നാലെ സമയപരിധി കൂടി നീട്ടി നൽകിയത്. ആ സമയപരിധിയാണ് ഇന്ന് രാത്രി 12 മണി വരെയാണ് സമയപരിധി ഉള്ളത്. ഗുരുതരമായ സാങ്കേതിക പിഴവിനെ തുടർന്ന് ഈ അപേക്ഷ നൽകാനാകുന്നില്ലെന്നടക്കമുള്ള പരാതികളായിരുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പരാതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ പരാതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയാണ് സമയപരിധി നീട്ടി CBSE സർക്കുലർ ഇറക്കിയത്. ഒപ്പം തന്നെ നേരത്തെ അപേക്ഷ സമർപ്പിച്ച പലർക്കും ഇതുവരെ പകർപ്പ് ലഭിച്ചില്ലെന്നും കൂടുതൽ ഫീസ് ഈടാക്കിയതായിട്ടുമുള്ള ചില പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് കൂടുതലായി ഈ ഈടാക്കിയ തുക അത് തിരികെ നൽകാൻ CBSE ധനമന്ത്രാലയത്തിന്റെ സഹായം തേടിയിരിക്കുകയാണ്. സാങ്കേതിക പിഴവുകൾ സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമർപ്പിക്കുമെന്നാണ് CBSE വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതാണ് ആ സമയപരിധി ഇന്ന് അവസാനിക്കുമോ അതോ ഇനിയും കൂട്ടി നൽകാനുള്ള സാധ്യതയുണ്ടോ? മാത്രമല്ല കൂടുതൽ ഫീസ് ഈടാക്കിയ തരത്തിലുള്ള നിരവധി പരാതികളാണ് CBSEക്കെതിരെ ഉയരുന്നത്. ഇന്നലെ പാതിരാത്രിയിലാണ് ഈ സമയം കൂട്ടിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ നീട്ടി നൽകുന്നത്. ഇന്നലെ പകൽ മുഴുവൻ ഒരുപാട് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ആശങ്ക പങ്കുവച്ചു. കാരണം പഠിച്ചെഴുതിയ പരീക്ഷയ്ക്ക് അർഹമായ മാർക്ക് ലഭിക്കുന്നില്ല. അത് ചോദിക്കാൻ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം, ആ അവസരത്തിന് അപേക്ഷിക്കാൻ പോലെയുള്ള സാഹചര്യമില്ല. ഏതായാലും ഏറ്റവും മോശം പ്രവണതകളാണ് അല്ലെങ്കിൽ ഏറ്റവും മോശം കാര്യങ്ങളാണ് ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് CBSEയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലം വിദ്യാർത്ഥികൾക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.